അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്തെല്ലാം കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചാലാണ് അവൻ വിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക? മഹത്തുക്കളായ ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ വ്യക്തമായിക്കൊണ്ട് ഈ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട്. അള്ളാഹുവിലോ അതുപോലെ അവൻ്റെ റസൂലിലോ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവാചകത്വത്തിലോ വിശുദ്ധ ഖുർആനിലെ വല്ലതിലോ, ഖുർആനിൽ അള്ളാഹു താല പറഞ്ഞ വല്ല കാര്യത്തിലോ, അതുപോലെ അന്ത്യനാൾ, സ്വർഗം, നരകം, ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒരാൾ ഇവ ഉണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ ഒരാൾക്ക് സംശയമുണ്ടായിക്കഴിഞ്ഞാൽ, ഒരാളുടെ മനസ്സിൽ ഇവകളുണ്ടോ, അള്ളാഹു ഉണ്ടോ, റസൂല് ഉണ്ടോ, അന്ത്യനാൾ ഉണ്ടോ തുടങ്ങിയ രീതിയിലുള്ള സംശയങ്ങൾ, ആ രീതിയിലുള്ള ചിന്തകൾ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ, ആ ചിന്തകളെ ഒരാൾ പിൻപറ്റിക്കഴിഞ്ഞാൽ, പിന്തുടർന്നു കഴിഞ്ഞാൽ, ആ ചിന്തകളിലൂടെ ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ മനസ്സിൽ അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ചു തന്ന ഈ കാര്യങ്ങൾ ഇല്ല എന്ന് നാം വിശ്വസിക്കരുത്. അള്ളാഹു ഉണ്ട്, റസൂല് ഉണ്ട്, അന്ത്യനാളുണ്ട്, അതുപോലെ തന്നെ സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇവയിലെല്ലാം നാം അടിയുറച്ച് വിശ്വസിക്കേണ്ടതുണ്ട്. ഇവ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് നമ്മുടെ മനസ്സിൽ മോശമായ ചിന്തകൾ കൊണ്ടുവരുമ്പോൾ ആ ചിന്തയിലേക്ക് നാം പോകാതെ നാം നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ ഒന്നിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അള്ളാഹു താല ഹലാലാക്കിയ കാര്യങ്ങൾ, അള്ളാഹു താല ഹറാമാക്കിയ കാര്യങ്ങൾ, നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, ആ നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ ഹലാലാക്കി കഴിഞ്ഞാൽ, അള്ളാഹു താല നിഷേധിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു താല ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ, ആ കാര്യങ്ങളെ ഒരാൾ അനുവദനീയമാക്കി കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അതുപോലെ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വേറെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു മുസ്ലിമിനെ ഒരാൾ കാഫിറ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ഒരു മുസ്ലിമിനെ ഒരാൾ കാഫിറ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഈ വിളിച്ച വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അതുകൊണ്ട് നാം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരാൾ ഇൽമിൻ്റെ സദസ്സിലേക്ക് ഒരാളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ, അറിവ് പകർന്നു കൊടുക്കുന്ന സദസ്സിലേക്ക് ഒരാളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ, ഇൽമിൻ്റെ സദസ്സ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അറിവ് പകർന്നു കൊടുക്കുന്ന ഇൽമിൻ്റെ സദസ്സിനെ ഒരാൾ മോശമാക്കി കഴിഞ്ഞാൽ, അതിനെ പരിഹസിച്ചു കഴിഞ്ഞാൽ, മോശമായി അതിനെ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ, അതിനെ നിരുത്സാഹപ്പെടുത്തി കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അതുകൊണ്ട് ഇൽമിൻ്റെ സദസ്സിൽ ഒരാളോട് ഹാജരാവാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇൽമിൻ്റെ സദസ്സ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കുകൊണ്ട് തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.